ഹായ്, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 MTS എക്സാമിനേഷനിലെ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സ്റ്റെപ്പാസിൻ, the enzyme which converts fatty acid into fats into fatty acids and glycerol is secreted by options: stomach, pancreas, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഫാറ്റിനെ ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആരാണ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാൻക്രിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് സ്പീഷീസ് ആർ ദോസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിച്ച് ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ പർട്ടിക്കുലർ ഏരിയ. ഓപ്ഷൻസ്: എൻഡമിക്, എൻഡേഞ്ചേർഡ്, ത്രെട്ടൻഡ് ആൻഡ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ഇവിടെ പറയുന്നത് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ പർട്ടിക്കുലർ ഏരിയ എന്നാണ്, കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എൻഡമിക്. ബാക്കി എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്പീഷീസിൻ്റെ നമ്പർ കുറയുന്ന അവസ്ഥയുടെ ഓരോരോ കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ്. ഓപ്ഷൻസ്: കാൻഡല, മോൾ, വാട്ട്, ഡയോപ്റ്റർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡയോപ്റ്റർ. കാൻഡല ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല. LIC ഓർത്ത് വെക്കുക, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല. മോൾ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. വോട്ട് പവർ ആണ്, പവറിൻ്റെ യൂണിറ്റ് ആണ് വോട്ട്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഡയോപ്റ്റർ ആണ്, ഓപ്ഷൻ ഡി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ആഡഡ് ടു ടൂത്ത് പേസ്റ്റ് ടു റെഡ്യൂസ് ടൂത്ത് ഡീകേ. ഓപ്ഷൻസ്: അയൺ, കൊബാൾട്ട്, ഫ്ലൂറൈഡ്, മോളിബ്ഡിനം. ഇവിടെ പരസ്യം കാണുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ആൻസർ എന്നുള്ളത്. ആൻസർ ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് മാനുവൽസ്. മാനുവൽസ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട്, മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടാനായിട്ട് ആഡ് ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് മാനുവർ. ഓപ്ഷൻസ് നോക്കാം. ദേ ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദ ഫീൽഡ്സ്. ദേ ഡു നോട്ട് പ്രൊവൈഡ് ഹ്യൂമസ് ടു സോയിൽ. ദേ ആർ റിലേറ്റീവ്ലി ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. ദേ ആർ നാച്ചുറൽ സബ്സ്റ്റൻസസ്. ഇവിടെ ഓപ്ഷൻ വായിക്കുമ്പോഴേ നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേ ഡു നോട്ട് പ്രൊവൈഡ് ഹ്യൂമസ് ടു സോയിൽ. അത് തെറ്റാണ്. ദേ പ്രൊവൈഡ് ഹ്യൂമസ് ടു സോയിൽ എന്നാണ് വരുന്നത്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നോട്ട് കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് among the following alloys is combination of gold and silver. ഓപ്ഷൻസ്: ബ്രോൺസ്, കോൺസ്റ്റന്റാൻ, സോൾഡർ ആൻഡ് ഇലക്ട്രം. ഇവിടെ ആൻസർ ഇലക്ട്രം ആണ്. ഇലക്ട്രം ആണ് ബ്രോൺസ് ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് ഓപ്ഷൻ നോക്കാം. ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് ടിന്നിൻ്റെ അലോയി ആണ്. കോപ്പർ പ്ലസ് ടിൻ ആണ് ബ്രോൺസ്. ദെൻ കോൺസ്റ്റന്റാൻ. കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത് കോപ്പർ പ്ലസ് നിക്കലാണ്. നിക്കൽ പ്ലസ് കോപ്പർ ആണ് കോൺസ്റ്റന്റാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സോൾഡർ. സോൾഡർ ലെഡ് ആൻഡ് ടിൻ. ലെഡിൻ്റെ ടിന്നിൻ്റെയും അലോയിയാണ് നമ്മൾ സോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബെർബറി ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻസ്: വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ B1 ആൻഡ് അയഡിൻ. ഇവിടെ ആൻസർ വരുന്നത് വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് റിക്കറ്റ്സ്. വൈറ്റമിൻ സിയുടേത് കൊണ്ടുണ്ടാകുന്നതാണ് സ്കർവി. ദെൻ അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ഗോയിറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്പ് ഈസ് ഓൾസോ നോൺ ആസ് ഗോൾഡൻ ഫൈബർ. ഗോൾഡൻ ഫൈബർ ഫൈബർ ആണ്. ഫൈബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു നൂലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരുമെന്ന് നോക്കാം. ജൂട്ട്, ഷുഗർ കെയിൻ, വീറ്റ് ആൻഡ് റൈസ്. അതാണ് ഓപ്ഷൻസ്. ഇവിടെ ഫൈബർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ജൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് ക്യാച്ചസ് ഫയർ ഈസ് കോൾഡ്. ക്യാച്ചസ് ഫയർ, തീ പിടിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ആ ടെമ്പറേച്ചർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻസ്: മെൽറ്റിംഗ് പോയിൻറ്റ്, എക്സ്പ്ലോഷൻ പോയിൻറ്റ്, ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആൻഡ് കമ്പഷൻ ടെമ്പറേച്ചർ. ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി, ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ റീപ്രൊഡക്ഷൻ പ്രോസസ് ഇൻ വിച്ച് ഓൺലി സിംഗിൾ പേരൻറ്റ് ഇൻവോൾവ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇവിടെ ഓൺലി സിംഗിൾ പേരൻ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻസർ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ മെയിൽ എഗ്ഗും
ഫീമെയിൽ എഗ്ഗും മെയിൽ സ്പേമും കൂടി ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആണെങ്കിൽ ഫീമെയിൽ ബോഡിക്ക് പുറത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഫിഷസിലും ഫ്രോഗിലും ഒക്കെ അത് അങ്ങനെയാണ്. ദെൻ ആൻസർ വരുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ലിവിങ് ഓർഗാനിസംസ്? ഓപ്ഷൻസ് നോക്കാം. സോയിൽ, സൺ, വാട്ടർ, എയർ. ഏതായിരിക്കും ആൻസർ? സൺ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി സൺ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ? ഓപ്ഷൻസ് മാനോമീറ്റർ, അമ്മീറ്റർ, തെർമോമീറ്റർ, ബാരോമീറ്റർ. ഇവിടെ ആർക്കും ഡൗട്ടൊന്നുമില്ല, ആൻസർ വരുന്നത് തെർമോമീറ്റർ ആണ്. എന്താണ് ഈ മാനോമീറ്റർ? ലിക്വിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മാനോമീറ്റർ. എന്താണ് ബാരോമീറ്റർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ. ഇത് തമ്മിൽ മാറിപ്പോകരുത്. ദെൻ ഓപ്ഷൻ ബി അമ്മീറ്റർ ആണ്. അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ട ഇൻസ്ട്രുമെൻ്റ് ആണ്, അത് തെർമോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൽസ് ഹാവിങ് ന്യൂക്ലിയർ മെറ്റീരിയൽ വിത്തൗട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ആർ ടേംഡ് ആസ്? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കാതെ തന്നെ കണ്ടുപിടിക്കാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി പ്രോകാരിയോട്ടിക് സെൽ. അടുത്തത്, എയർ ഡാഷ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഡാഷ് ഓൺ കൂളിംഗ്. ഓപ്ഷൻസ് നോക്കിക്കേ. എക്സ്പാൻസ് കോൺട്രാക്ട്സ്, ബി കോൺട്രാക്ട്സ് സ്റ്റെബിലൈസേഴ്സ്, എക്സ്പാൻസ് കോൺട്രാക്ട്സ് എക്സ്പാൻസ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്, എക്സ്പാൻസ് ആൻഡ് കോൺട്രാക്ട്സ്. അതായത് എയർ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ് ആൻഡ് കോൺട്രാക്ട്സ് ഓൺ കൂളിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്ലാന്റ് സെൽ? പ്ലാന്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് ഇത് സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻസ് സ്മോൾ സെൻട്രൽ വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻറ്റ്, പ്ലാസ്റ്റിഡ് ആബ്സെൻറ്റ്, സെൽ വോൾ ഈസ് പ്രസൻറ്റ്. ഇവിടെ പ്ലാന്റ് സെല്ലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് സെൽ വോൾ ഈസ് പ്രസൻറ്റ് എന്നുള്ളത് തന്നെയാണ്. സ്മോൾ സെൻട്രൽ വാക്യൂൾ, പ്ലാന്റ് സെല്ലിന് ലാർജ് സെൻട്രൽ വാക്യൂളാണ്. ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്, അതേപോലെ പ്ലാസ്റ്റിഡും പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് സെൽ വോൾ ഈസ് പ്രസൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഡിംഗ് ഓഫ് ഫിഷ് ഇൻ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ടാങ്ക്സ് ആൻഡ് പോൺസ് ഈസ് കോൾഡ്? ഏതാണ് ആൻസർ വരിക? ഇത് നമ്മൾ ഓൾറെഡി എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, പിസിക്കൾച്ചർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട് ടു വേരിയസ് ഓർഗൻസ് ഓഫ് ദ ബോഡി? ഹാർട്ടിൽ നിന്നും വേരിയസ് ഓർഗൻസിലേക്ക് ബ്ലഡ് കൊണ്ട് കൊടുക്കുന്ന വെസൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആർട്ടറീസ്. ദെൻ ഹാർട്ടിലേക്ക് ഓക്സിജൻ ഇല്ലാത്ത ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ഏതാണ്? അത് വെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following acids is found in coconut oil? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻസ് നോക്കാം. ഇറൂസിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ആൻഡ് ലൂറിക് ആസിഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ലൂറിക് ആൻസർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ്, ഇറൂസിക് ആസിഡ് എന്ന് പറയുന്നത് മസ്റ്റാർഡ് ഓയിലിൽ കാണുന്ന ആസിഡാണ്. ഓക്സാലിക് ആസിഡ് അറിയാമല്ലോ. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് മിൽക്കിനകത്ത് കാണുന്ന ആസിഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ലൂറിക് ആസിഡ്, അതാണ് കോക്കനട്ട് ഓയിലിനകത്ത് കാണപ്പെടുന്ന ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് നാച്ചുറൽ റബ്ബർ ഈസ് ട്രീറ്റഡ് വിത്ത് സൾഫർ ടു മേക്ക് ഇറ്റ് മോർ ഡ്യൂറബിൾ ആൻഡ് ഇലാസ്റ്റിക്. ഓപ്ഷൻസ് സാപ്പോണിഫിക്കേഷൻ, ഫെർമെൻറ്റേഷൻ, വൾക്കനൈസേഷൻ ആൻഡ് കാർബണേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, വൾക്കനൈസേഷൻ. സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a bacterial disease? ഓപ്ഷൻസ് കോളറ, ടൈഫോയിഡ്, റാബീസ് ആൻഡ് പ്ലേഗ്. ഇവിടെ റാബീസ് എന്ന് പറയുന്നത് റാബീസ് വൈറസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ്. അപ്പോൾ റാബീസ് ആണ് നമ്മുടെ ആൻസർ. ബാക്കി കോളറ, ടൈഫോയിഡ്, പ്ലേഗ് ഇവയൊക്കെ ഓരോ ബാക്ടീരിയ കൊണ്ട് ഫോം ചെയ്യുന്ന ഡിസീസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ ഫ്രോസൺ കാർബൺ ഡൈ ഓക്സൈഡ്? റെഫ്രിജറൻറ്റ്, കോൾ, ഡ്രൈ ഐസ്, കോക്ക്. എന്താണ് ഫ്രോസൺ കാർബൺ ഡൈ ഓക്സൈഡ്? ഫ്രോസൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ഡ്രൈ ഐസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കെമിക്കൽ എലമെൻറ്റ് ഡസ് എച്ച് സ്റ്റാൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഓഫ് സയൻസ്? ഹീലിയം, മെർക്കുറി, ഹോൾമിയം ആൻഡ് ഹൈഡ്രജൻ. എച്ചിൻ്റെ കേസ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആൻസർ വരുന്നത് ഹൈഡ്രജൻ. എന്താണ് ഹീലിയത്തിന് എന്താണ്
കെമിസ്ട്രിയിൽ HE എന്നാണ് പറയുന്നത്. മെർക്കുറിയുടെ സിമ്പിൾ എന്താണ്? Hg ആണ്. ഹോൾമിയം HO ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. മാംഗനീസ്, മഗ്നീഷ്യം, അതായത് എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ്, അങ്ങനെ അതേപോലെ ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ ഒക്കെ സിമ്പിൾ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് ഓൾവേസ് എ കോമ്പണന്റ് ഇൻ അമാൽഗം? അമാൽഗം എന്ന് പറയുന്നത് മെർക്കുറിയുടെ കോമ്പണൻസ്, മെർക്കുറിയുടെ കോമ്പൗണ്ട്സ്, മെർക്കുറി കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അമാൽഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മെർക്കുറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ഓഫ് 1 യൂക്കാരിയോട്ടിക് സെൽ ഇൻറ്റു 2 ഡോട്ടർ സെൽസ്. സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ, അതിൻ്റെ ആൻസർ ഏതായിരിക്കും? സൈറ്റോകൈനസിസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി നോക്കുക, ക്യാരിയോകൈനസിസ്. അത് സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ സൈറ്റോകൈനസിന് ശേഷം സംഭവിക്കുന്നതാണ്. ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ പറയുന്നതാണ് ക്യാരിയോകൈനോസിസ്. നമ്മുടെ ക്വസ്റ്റ്യൻ സൈറ്റോപ്ലാസം ആയതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വിൻഡ് വെയിൻ ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, വിൻഡ് വെലോസിറ്റി, വിൻഡ് ഡയറക്ഷൻ. വിൻഡ് വെയിൻ ആണ്. അപ്പം വിൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓപ്ഷൻ വരുന്നത് വിൻഡ് ഡയറക്ഷൻ ആണ്. വിൻഡ് വെലോസിറ്റി മെഷർ ചെയ്യുന്നത് അനിമോമീറ്റർ ഉപയോഗിച്ചാണ്. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ദെൻ ഹൈഗ്രോമീറ്റർ ആണ്. ടെമ്പറേച്ചർ തെർമോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓക്കുപ്പൈങ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ഈസ് കോൾഡ്. ഓപ്ഷൻ സ്ട്രാറ്റിഫിക്കേഷൻ, ബയോമാഗ്നിഫിക്കേഷൻ, കോ ഇവല്യൂഷൻ ആൻഡ് ഡീകമ്പോസിഷൻ. ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ്, സ്ട്രാറ്റിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ മെറ്റൽ ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോം? ഡിഫറെൻറ്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നോൺ മെറ്റൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിയുമ്പം നോൺ മെറ്റലായിട്ട് കിടക്കുന്ന ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, കാർബൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ് ദ ഡാഷ്, സ്റ്റേമൻസ്, പിസ്റ്റിൽ, പെറ്റൽ, സെപ്പൽ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പിസ്റ്റിലാണ്. ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ഫ്ലവറിനെ പറയുന്നത് പിസ്റ്റിൽ എന്നാണ്. സ്റ്റേമൻസ് എന്താണ്? പോളൻസ്. പോളൻസിനെ പറയുന്നതാണല്ലോ സ്റ്റേമൻസ്. പെറ്റൽസ് എന്ന് പറയുന്നത് ആ കളറായിട്ടുള്ള ഇതളുകൾ നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അതാണ് പെറ്റൽസ്. സെപ്പൽസ് എന്താണ്? സെപ്പൽസ് എന്ന് പറയുന്നത് ആ മൊട്ട് താഴെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു പാർട്ട് കാണില്ലേ? നിങ്ങൾ ചെമ്പരത്തിപ്പൂ എടുത്തു കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ താഴെ ഇരിക്കുന്ന ആ ഒരു ഭാഗം, ഒരു ഗ്രീൻ കളറിൻ്റെ ഭാഗം, അതിന് പറയുന്ന പേരാണ് സെപ്പൽസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്മ ഈസ് ഓഫൺ കോൾഡ് ദ ഡാഷ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. പ്ലാസ്മ ഏത് സ്റ്റേറ്റ് ആണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നിങ്ങൾക്കറിയാം പ്ലാസ്മ എന്ന് പറയുന്നത് 4th സ്റ്റേറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ 4th സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ എ ലിവിങ് ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്? സ്റ്റഡിയാണ്, സ്റ്റഡി ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റഡി എന്ന് പറയുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ ഇക്കോളജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The mode of nutrition in which organisms make food themselves from simple substances is called. Option A heterotropic nutrition, B autotropic nutrition, saprotropic nutrition and phototropic nutrition. Themselves തനിയെ ഉണ്ടാക്കുന്നതാണ് ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which among the following elements does not belongs to the halogens group? ഹാലജൻസ് ഗ്രൂപ്പിൽ വരുന്ന വരാത്ത, ഡസ് നോട്ട് ബിലോങ്സ് ടു ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ അസ്റ്റാറ്റിൻ, ഹീലിയം, ബ്രോമിൻ, ക്ലോറിൻ. ആൻസർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഹീലിയമാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഏതൊക്കെയാണ് ഹാലജൻസ് എന്ന് പറയുന്നത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. അതാണ് ഹാലജൻസ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാന്റ്സ് റിക്വയർ ന്യൂട്രിയൻസ് ഫോർ ദെയർ ഗ്രോത്ത് വിച്ച് ക്യാൻ ബി സപ്ലൈഡ് ത്രൂ ഡാഷ്. ഓപ്ഷൻസ് സോയിൽ ആൻഡ് എയർ ഓൺലി, സോയിൽ, വാട്ടർ ആൻഡ് എയർ, സോയിൽ ആൻഡ് വാട്ടർ ഓൺലി, സോയിൽ ഓൺലി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായാലും ആൻസർ അറിയായിരിക്കും. സോയിൽ, വാട്ടർ ആൻഡ് എയർ മൂന്നും വേണം പ്ലാന്റ്സിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? ഓപ്ഷൻസ് ചിക്കൻ പോക്സ്, കോമൺ കോൾഡ്, ഡയബറ്റിക്സ് ആൻഡ് ട്യൂബർക്യുലോസിസ്. ഇവിടെ ഏതാണ് പകരാത്തത്? ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് പകരാത്ത അസുഖം എന്ന് പറയുന്നത് ഏതാണ്? ഡയബറ്റിസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following statements is incorrect? Options: cell wall is present in animals, cell membrane is also called the plasma membrane,
Chromosomes are composed of DNA and protein. Mitochondria are known as powerhouse of the cell. അത് തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. സെൽ വോൾ ഈസ് പ്രസൻറ്റ് ഇൻ ആനിമൽസ് എന്നുള്ളത് തെറ്റാണ്. സെൽ വോൾ ഈസ് ആബ്സെൻറ്റ് ഇൻ ആനിമൽസ് ആണ്. ബാക്കി എല്ലാ കേസസും എല്ലാ ഓപ്ഷൻസും ഒന്ന് നോക്കി വെച്ചേക്കുക. സെൽ മെംബ്രെയിൻ്റെ കേസ്, ക്രോമസോംസിൻ്റെ കേസ് ആൻഡ് മൈറ്റോകോൺട്രിയയുടെ കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ഫോംഡ് വെൻ ആൻഡ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് കം ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ്. എന്തായിരിക്കും ആൻസർ? മിറർ റിഫ്ലക്ഷൻസ്, ഷാഡോസ്, ട്രാൻസ്ലൂസൻ്റ് റേസ്, ട്രാൻസ്പെറൻറ്റ് റേസ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, ഷാഡോസ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is not a alkali metal and does not belong to group 1 of periodic table? ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1നെ പറയുന്നത് എന്താണ്? ആൽക്കലി മെറ്റൽസ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. കാൽഷ്യം, ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇവിടെ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്, കാൽഷ്യം ആണ് ആൻസർ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം ഗ്രൂപ്പ് 1ൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഓർഗാനിക് ഫാമിംഗ്? നോട്ട് എ ഫീച്ചർ ഓഫ് ഓർഗാനിക് ഫാമിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. നോ യൂസ് ഓഫ് മിക്സഡ് ക്രോപ്പിംഗ്, മിനിമൽ ഓർ നോ യൂസ് ഓഫ് കെമിക്കൽസ്, യൂസ് ഓഫ് റീസൈക്കിൾഡ് ഫാം വേസ്റ്റ്, യൂസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഏതാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഫീച്ചർ അല്ലാതെ വരുന്നത്? ഓപ്ഷൻ എ ആണ്, നോ യൂസ് ഓഫ് മിക്സഡ് ക്രോപ്പിംഗ്. അതല്ല വരുന്നത്. മിക്സഡ് ക്രോപ്പിംഗ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് which of the following common substances? Bleaching powder, borax, caustic soda, chalk. ഇവിടെ ആൻസർ കോസ്റ്റിക് സോഡയാണ്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ദെൻ ബൊറാക്സ് ഇസ് സോഡിയം ടെട്രാബോറേറ്റ്, ഡെക്കാഹൈഡ്രേറ്റ് എന്നാണ് ബൊറാക്സിൻ്റെ പേര്. ദെൻ ചോക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാൽഷ്യം കാർബണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is phanerogams, ഫ്ലവറിംഗ് ആൻഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ്? ഫെനോഗ്യാംസിൽ ഉൾപ്പെടുന്ന ഫ്ലവറിംഗ് ആൻഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ഏതാണെന്നാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നോക്കിയാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലായിട്ട് ഓരോ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്, ജിംനോസ്പേംസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ റിക്വയർസ് ഹൗ മെനി ഫോസ്റ്റ് ഫ്രീ ഡേയ്സ്? ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 210 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷൻ എ 140 എന്ന് പറയുന്നത് മെയ്സിന് ആവശ്യമുള്ള ദിവസങ്ങളുടെ എണ്ണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following vitamins plays an essential role in വിഷൻ ആയിട്ടുള്ളതാണ്? ഓപ്ഷൻസ് സി, B1, D ആൻഡ് എ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എ. അടുത്ത ക്വസ്റ്റ്യൻ, പോളിഅറ്റോമിക് പോസിറ്റീവ് അയോൺസ് ഓഫൺ ഹാവ് കോമൺ നെയിംസ് എൻഡിങ് വിത്ത് ദ സഫിക്സ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻസ് IC, IDE, ONIUM ആൻഡ് OUS. ഇവിടെ ആൻസർ ONIUM ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അമോണിയം, NH3+. ദെൻ IC ആൻഡ് OUS ഇതെന്ന് പറയുന്ന ചില മെറ്റൽസിന് ജസ്റ്റ് എക്സാമ്പിൾ അയൺ ഒക്കെ പറയുവാണെങ്കിൽ Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. ഫെറിക് ആൻഡ് ഫെറസ് അതാണ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് അയോൺസ് ഇൻ ആറ്റം ഫോം, അതിനാണ് IDE യൂസ് ചെയ്യുന്നത്, ഫ്ലൂറൈഡ്, ക്ലോറൈഡ് എക്സെട്ര. അപ്പോൾ നമ്മുടെ ആൻസർ ONIUM ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is an example of phylum Mammalia of animal kingdom? മമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ടൈപ്പ് ആനിമലാണ്. അപ്പോൾ ഏതാണ് ഇതിനകത്ത് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, റാറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എൻവയോൺമെൻറ്റ് ഫംഗ്ഷൻ? നോട്ട് ആൻ എൻവയോൺമെൻറ്റ് ഫംഗ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. ഓപ്ഷൻ എ അക്യൂമുലേറ്റ് വേസ്റ്റ്, ഓപ്ഷൻ ബി സസ്റ്റെയിൻസ് ലൈഫ്, ഓപ്ഷൻ സി പ്രൊവൈഡ്സ് ദ സപ്ലൈ ഓഫ് റിസോഴ്സസ് ആൻഡ് ഡി എൻഹാൻസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി, അക്യൂമുലേറ്റ്സ് വേസ്റ്റ് ആണ്. അതാണ് നോട്ട് എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഫോർ അയോണിക് കോമ്പൗണ്ട് MgCl2? Cl2യുടെ താഴെ സഫിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ, MgCl2. Mg എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? മഗ്നീഷ്യത്തിൻ്റെ സിമ്പിളാണ്. അപ്പോൾ മഗ്നീഷ്യം വരുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. മഗ്നീഷ്യം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മഗ്നീഷ്യം ക്ലോറൈഡ്. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്രോഡ് ഗ്രീൻ പാർട്ട് ഓഫ് ലീഫ് ഈസ് കോൾഡ്? ഓപ്ഷൻസ് ലാമിന, പെറ്റിയോൾ, വെയിൻസ് ആൻഡ് മിഡ് റിബ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലാമിന. എന്താണ് പെറ്റിയോൾ എന്ന് പറഞ്ഞാൽ? പെറ്റിയോൾ എന്ന് പറഞ്ഞാൽ ആ ലീഫ് സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെറിയൊരു കമ്പ് പോലത്തെ
പോർഷൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് പെറ്റിയോൾ. വെയിൻസ് എന്താണ്? വെയിൻസ് എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്ന ഒരു ലീഫ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കാണപ്പെടത്തില്ലേ, ഇങ്ങനെ വരയായിട്ട് കാണുന്നില്ലേ, അതാണ് വെയിൻസ് എന്ന് പറയുന്നത്. ഇതിന് നടുക്കൂടെ പോകുന്ന ഈ വലിയ ഒരു പോർഷൻ ഉണ്ടല്ലോ, രണ്ടായിട്ട് നമുക്ക് മടക്കാൻ പറ്റുന്ന ആ വലിയൊരു പോർഷനാണ് മിഡ് റിബ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ലാമിനയാണ്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് ലോ, heat produced by an electric current is directly proportional to resistance of the conductor, the square of the current and the time for which it flows. ഇത് നിങ്ങളുടെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമായിരിക്കും. H is equal to I square RT. ഇത് ഏത് ലോ ആണ്? ഈ ലോ ആണ് ജൂൾസ് ലോ. ഓക്കെ, ഹുക്സ് ലോ എന്താണ് പറയുന്നത്? വിത്ത് ആൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ചാൾസ് ലോ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദെൻ ഫാരഡേസ് ലോസ് എല്ലാവർക്കും അറിയാമല്ലോ, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ജൂൾസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ കംസ് ഔട്ട് ഓഫ് ദ ലീവ്സ് ഇൻ ഫോം ഓഫ് വേപ്പർ ബൈ എ പ്രോസസ് കോൾഡ് ക്രീപ്പേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, വീനേഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ. ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പടർന്ന് കിടക്കുന്ന ചെടികളാണ് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് സാധാരണയുള്ള മീനിങ് തന്നെ ആലോചിച്ച് നോക്കാം. ഒരിടത്തു നിന്ന് അടുത്തടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ വീനേഷൻ എന്ന് പറയുന്നത് ലീഫിൻ്റെ ഒക്കെ അറേഞ്ച്മെൻ്റ് ആണ്, പല രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ട്രാൻസ്പിരേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി, ട്രാൻസ്പിരേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെയിൻഫോൾ ഈസ് മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ദ റെയിൻ ഗേജ്, ദ റെയിൻ ക്യാച്ചർ, ദ റെയിൻ കാൽക്കുലേറ്റർ ആൻഡ് പ്രസിപ്പിറ്റേറ്റർ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്, റെയിൻ ഗേജ് ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് SSC MTS 2022 സയൻസ് ക്വസ്റ്റ്യൻസിൻ്റെ വരുന്ന ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.